കായംകുളത്ത് കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷം പോലീസ് ഇടപെട്ട് തടയുകയും കൊലപാതക കേസ് പ്രതിയെ ഉൾപ്പെടെ പിടികൂടുകയും ചെയ്തതിനെ തുടർന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ശക്തമാക്കി. കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയും ഗുണ്ടാ നിയമപ്രകാരം നടപടി നേരിട്ടിട്ടുള്ള ആളുമായ എരുവ ചെറുകാവിൽ വിഡോബ ഫൈസൽ എന്ന് വിളിക്കുന്ന ഫൈസലിന്റെ പിറന്നാൾ കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിൽ സംഘം ചേർന്ന് വാഹനങ്ങളിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി പരസ്യ മദ്യപാനം നടത്തി ആഘോഷം നടത്തി വരവെയാണ് കായംകുളം പോലീസ് പിടികൂടിയത്. കായംകുളത്ത് കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷം തടയുകയും കൊലപാതക കേസ് പ്രതിയെ ഉൾപ്പെടെ പിടികൂടുകയും ചെയ്തതിനെ തുടർന്ന് ഇവരിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം ശക്തമാക്കിയത്. കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയും ഗുണ്ടാ നിയമപ്രകാരം നടപടി നേരിട്ടിട്ടുള്ള ആളുമായ എരുവ ചെറുകാവിൽ വിഡോബ ഫൈസൽ എന്ന് വിളിക്കുന്ന ഫൈസലിന്റെ പിറന്നാൾ ആഘോഷം കൂട്ടംവാതുക്കൽ കടവ് പാലത്തിൽ നടത്തവെയാണ് ഗുണ്ടാ സംഘത്തെ പോലീസ് പിടികൂടിയത്. പാലത്തിൽ സംഘം ചേർന്ന് വാഹനങ്ങളിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി പരസ്യ മദ്യപാനം നടത്തിയാണ് ആഘോഷിച്ചത്. ഇതിനിടെ സ്ഥലത്തെത്തിയ പോലീസ് കൊലപാതക കേസ് പ്രതി ഉൾപ്പെടെയുള്ള 11 പേരെയാണ് പിടികൂടിയത്. കായംകുളത്ത് യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മത്സ്യമാർക്കറ്റിന് സമീപം പുത്തൻകണ്ടത്തിൽ പാരഡൈസ് വില്ലയിൽ അജ്മൽ, കാപ്പ പ്രകാരം നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന എരുവ ഷാലിമാർ മൻസിലിൽ ആഷിഖിന്റെ സഹോദരൻ ആദിൽ, കൃഷ്ണപുരം ദേശത്തിനകം പന്തപ്ലാവിൽ മുനീറിന്റെ സഹോദരൻ മുജീബ്, കുറത്തിക്കാട് തെക്കേക്കര കോമത്ത് വീട്ടിൽ ഗോപൻ, കായംകുളം ചേരാവള്ളി താന്നിക്കൽ തറയിൽ ഉണ്ണിരാജ്, കായംകുളം ചേരാവള്ളി പടിക്കൽ വീട്ടിൽ ആദിൽ, കുറത്തിക്കാട് തെക്കേക്കര കിഴക്കേത്ത് വിളയിൽ വീട്ടിൽ പ്രവീൺ, കായംകുളം ചിറക്കടവും തോട്ടുമുഖപ്പിൽ അനന്തകൃഷ്ണൻ എന്നിവരെയാണ് വിഡോബ ഫൈസലിനൊപ്പം പിടികൂടിയത്. ഇവരിൽ സഹോദരന്മാരായ ആദിലും ആഷിഖും കൊലപാതക ശ്രമം, പോക്സോ, സ്ത്രീയോട് അപമര്യാദയായി പെരുമാറൽ തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ്. മുനീറും പ്രവീണും മയക്കുമരുന്ന് കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പി ബാബുക്കുട്ടൻ, CI അരുൺ ഷാ, രതീഷ് ബാബു, ശരത്, ദിലീപ്, പ്രിയ, പ്രകാശ്, ബിനു, ദിലീപ്, വിശാൽ, ബിനു, ദിവ്യ, പ്രദീപ്, ഗോപൻ, അഖിൽ മുരളി, ശ്രീനാഥ്, വിവേക്, അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CDNet ന്യൂസ്, കായംകുളം.